Hello dear students. നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലേറ്റൻസി അനാലിസിസ് ഓഫ് SF റൂട്ടിംഗ് ആൻഡ് WH റൂട്ടിംഗ്. നമ്മൾ ഓൾറെഡി SF റൂട്ടിംഗ് എന്താണെന്നും WH റൂട്ടിംഗ് എന്താണെന്നും കണ്ടിരുന്നു. ഓക്കെ, ഇനി ലേറ്റൻസി അനാലിസിസ് ആണ് പറയുന്നത്. അപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് ഓവർവ്യൂ ആയിട്ട് പറയാം. SF റൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ സ്റ്റോർ ആൻഡ് ഫോർവേഡ് റൂട്ടിംഗ്. അതിൻ്റെ അകത്ത് പറയുന്നത് പാക്കറ്റ് ബഫേഴ്സ് ആണ്. അതായത് സോഴ്സ് നോഡിൽ നിന്നും ഓരോ നോഡിലും ഒരു പാക്കറ്റ് ബഫർ ഉണ്ടാകും. ഓക്കെ, അപ്പം ഒരു സോഴ്സ് നോഡിൽ നിന്നും ഡെസ്റ്റിനേഷൻ നോഡിലോട്ട് എത്തുന്ന മുന്നേ എ സീക്വൻസ് ഓഫ് ഇൻ്റർമീഡിയറ്റ് നോഡ്സ് ഉണ്ടാകും. അപ്പം ഒരു നോഡിൽ നിന്ന് നെക്സ്റ്റ് നോഡിലോട്ട് മൂവ് ചെയ്യുന്നതിന് മുന്നേ ദ പാക്കറ്റ് വിൽ ബി സ്റ്റോർഡ് ഇൻ ദ പാക്കറ്റ് ബഫർ. Then it is forwarded to the next node if the output channel and the buffer, packet buffer in the receiving node are both available. ഇത് രണ്ടും അവൈലബിൾ ആണെങ്കിൽ മാത്രമേ ആ ഒരു പാക്കറ്റിനെ നെക്സ്റ്റ് നോഡിലോട്ട് ഫോർവേഡ് ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് തന്നെ പേര് സ്റ്റോർ ആൻഡ് ഫോർവേഡ്. ഇൻ സെക്കൻഡ് ടെക്നിക്, അതായത് WH റൂട്ടിങ്ങിൻ്റെ അകത്ത് പറയുന്നത് ഇതേപോലെ തന്നെ സോഴ്സ് നോഡും ഡെസ്റ്റിനേഷൻ നോഡിലും ഓരോ നോഡിലും എന്തുണ്ടാവും? യെസ്, അവിടെ ഫ്ലിറ്റ് ബഫർ ആയിരിക്കും ഉണ്ടാവുന്നത്. പാക്കറ്റ്സ് എല്ലാം നമ്മൾ പറഞ്ഞു ഡിവൈഡഡ് ഇൻറ്റു ഫിക്സഡ് നമ്പർ ഓഫ് ഫ്ലിറ്റ്സ് ആയിട്ടാണ്. അപ്പോൾ ഈ ഫ്ലിറ്റ് ബഫറാണ് ഓരോ നോഡിലും ഉണ്ടാവുന്നത്. നമുക്കറിയാം ആ ഓരോ നോഡിലും അറ്റാച്ച് ചെയ്ത റൂട്ടേഴ്സിൻ്റെ അകത്താണ് ഈ ഫ്ലിറ്റ് ബഫർ ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ അവിടെയും ഇങ്ങനെ തന്നെയാണ് ഫ്ലിറ്റ്സ് ആയിട്ടാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഫ്രം സോഴ്സ് നോഡ് ടു ദ ഡെസ്റ്റിനേഷൻ നോഡ്. സോ അതിൻ്റെ അകത്ത് നമ്മൾ പറയാനുള്ളത് ആസ് differentiated from the store and forward technique is that they are in W hole routing, they are transmitted in pipelined fashion, overlapped manner അല്ലെങ്കിൽ pipelined ഫാഷനിലാണ് WH റൂട്ടിങ്ങിൽ നടക്കുന്നത്. അതായത് നമുക്കറിയാം സീക്വൻസ് ഓഫ് എന്തുണ്ടാവും? ദ ഹെഡർ ഫ്ലിറ്റ്സ് ഉണ്ടാവും ഫോളോയിങ് ദ ഫ്ലിറ്റ്സ് ഡേറ്റ പാക്കറ്റ്സ്, കാരണം ആ ഒരു ഹെഡർ ഫ്ലിറ്റിൻ്റെ അകത്താണ് നമ്മൾ സോഴ്സ് ഡെസ്റ്റിനേഷൻ അഡ്രസ്സും കാണും, സീക്വൻസ് നമ്പറും കാണും. സോ അതിന് ഫോളോ ചെയ്തായിരിക്കും ഈ ഫ്ലിറ്റ് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ ലേറ്റൻസി അനാലിസിസ് നോക്കാം. ലേറ്റൻസി അനാലിസിസ് മീൻസ് ഡിലേ. ഓക്കെ, ഇപ്പോൾ ലേറ്റൻസി അനാലിസിസ് ഓഫ് SF റൂട്ടിംഗ് നോക്കാം. ഇവിടെ ഞാൻ കുറച്ച് ലെറ്റർ പറയാം. ക്യാപിറ്റൽ L എന്ന് പറയുന്നത് ഇവിടെ നിങ്ങൾക്ക് കാണാം L/W എന്ന് കണ്ടു. അതിൽ L എന്താണ്? പാക്കറ്റ് ലെങ്ത് ആണ്. W എന്താണ്? ചാനൽ ബാൻഡ് വിഡ്ത്ത് ആണ്. ഇനി വാട്ട് ഇസ് D? ഡിസ്റ്റൻസ്. ഓക്കെ, നമ്പർ ഓഫ് നോഡ്സ്, ഡിസ്റ്റൻസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ ദീസ് ആർ ദ 3 ലെറ്റേഴ്സ്, L, W, then D. പിന്നെ നമുക്ക് ഒരു ലെറ്റർ കാണാം TSF. TSF is a communication latency for the store and forward network. It is expressed by TSF. Okay, latency. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു പാക്കറ്റ്, ഇപ്പം നമ്മുടെ 4 പാക്കറ്റ് ഉണ്ട്. അതിലുള്ള നിങ്ങൾക്ക് ഫസ്റ്റ് ഇതെന്ന് പറഞ്ഞാൽ എന്താണ്? ഹെഡറാണ് അല്ലേ? ഫസ്റ്റ് ഇതെന്താണ്? ഹെഡറാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ L/W ഒരു പാക്കറ്റ് ഫസ്റ്റ് പാക്കറ്റ് സെൻഡ് ചെയ്ത് ഫുൾ തീർന്നിട്ടാണ് നെക്സ്റ്റ് സെക്കൻഡ് പാക്കറ്റിൻ്റെ ഹെഡർ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ പാക്കറ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടാണ് നെക്സ്റ്റ് പാക്കറ്റ്. സോ ഇവിടെ എന്താണ്? പൈപ്പ്ലൈൻ ഫാഷനാണോ? അല്ല ഓവർലാപ്ഡ് മാനറിലാണോ? അല്ല, ഫുൾ ഒരു പാക്കറ്റ് ഇത്രയും ക്ലോക്ക് സൈക്കിളിൽ ഒരു പാക്കറ്റ് കഴിഞ്ഞിട്ടാണ് നെക്സ്റ്റ് ക്ലോക്ക് സൈക്കിളിലാണ് അടുത്ത പാക്കറ്റ് ട്രാൻസ്മിഷൻ ബിഗിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇതിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഓക്കെ, ഡിസ്റ്റൻസ് ഇസ് ആക്ച്വലി ദ നമ്പർ ഓഫ് നോഡ്സ് ട്രാവേഴ്സ്ഡ് -1 ഇസ് ദ ഡിസ്റ്റൻസ്. എത്ര നമുക്ക് നോട്ട്സ് കാണാം? 1 2 3 4 നോട്ട്സ് കാണാം. ബട്ട് ദ ഡിസ്റ്റൻസ് D ഇസ് ദ നമ്പർ ഓഫ് നോട്ട്സ് ട്രാവേഴ്സ്ഡ് -1. ഇവിടെ ഡിസ്റ്റൻസ് അപ്പോൾ എത്രയാണ് വരുന്നത്? നമ്പർ ഓഫ് നോട്ട്സ് ഇസ് 4 -1 is 3. സോ ഹിയർ ദ ഡിസ്റ്റൻസ് ഇസ് 3. ഓക്കെ, ഇനി നമുക്ക് SF റൂട്ടിംഗ് ഇതാണ്. നമുക്ക് ലേറ്റൻസി അനാലിസിസ് ഓഫ് WH റൂട്ടിംഗ് നോക്കാം. ഇവിടെയും ഞാൻ നേരത്തെ പറഞ്ഞ ലെറ്റേഴ്സ് തന്നെയാണ്. L എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡ്സ് ഫോർ പാക്കറ്റ് ലെങ്ത്, W സ്റ്റാൻഡ്സ് ഫോർ ചാനൽ ബാൻഡ്വിഡ്ത്ത് ആൻഡ് D സ്റ്റാൻഡ്സ് ഫോർ ദ ഡിസ്റ്റൻസ്, ദാറ്റ്സ് നമ്പർ ഓഫ് നോഡ്സ് ട്രാവേഴ്സ്ഡ് -1. ഇവിടെ നിങ്ങൾക്ക് കാണാം, then TWH is the
കമ്മ്യൂണിക്കേഷൻ ലേറ്റൻസി ഫോർ വേം ഹോൾ റൂട്ടിംഗ് നെറ്റ്വർക്ക്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഇത് തമ്മിലുള്ള ഡിഫറൻസ്. നിങ്ങൾക്ക് TSFൻ്റെ ലെങ്ത് നോക്കി ഇത്രയും ലേറ്റൻസി കണ്ട് വളരെ കൂടുതലാണ് അല്ലേ, ആസ് കമ്പയർഡ് ടു ദിസ് WH റൂട്ടിംഗ്. അവിടെ എന്താണ് നടക്കുന്നത്? യെസ്, ഇൻ പൈപ്പ്ലൈൻഡ് മാനർ ഓർ ദ പൈപ്പ്ലൈൻഡ് ഫാഷനിലാണ് ഇത് പോകുന്നത്, ഓവർലാപ്ഡ് മാനർ. ഇവിടെ നിങ്ങൾക്ക് നോക്കിക്കേ, ഈ ഒരു ക്ലോക്ക് സൈക്കിൾ, ഫസ്റ്റ് ക്ലോക്ക് സൈക്കിളിൽ ഫസ്റ്റ് പാക്കറ്റിൻ്റെ ഹെഡർ ഫ്ലിറ്റ് പോയി. ദെൻ സെക്കൻഡ് ക്ലോക്ക് സൈക്കിളിൽ ഫസ്റ്റ് പാക്കറ്റിൻ്റെ സെക്കൻഡ് ഫ്ലിറ്റും ദെൻ സെക്കൻഡ് പാക്കറ്റിൻ്റെ ഹെഡർ ഫ്ലിറ്റും പോകുന്നുണ്ട്. സിമിലർലി തേർഡ് ക്ലോക്ക് സൈക്കിളിൽ ഫസ്റ്റ് പാക്കറ്റിൻ്റെ തേർഡ് ഫ്ലിറ്റും സെക്കൻഡ് പാക്കറ്റിൻ്റെ സെക്കൻഡ് ഫ്ലിറ്റും ദെൻ ഫസ്റ്റ് പാക്കറ്റിൻ്റെ ഫസ്റ്റ് ഫ്ലിറ്റും. സോ നിങ്ങൾക്ക് ഇവിടെ എന്ത് മനസ്സിലായി? ഇവിടെ ഓവർലാപ്ഡ് ഫാഷനിലാണ് ഇവിടെ എന്ത് നടക്കുന്നത്, ഇവിടെ ട്രാൻസ്മിഷൻ നടക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇവിടെ ലേറ്റൻസി ആസ് കമ്പയർഡ് ടു ലെസർ റൂട്ടിംഗ് എന്ന് പറഞ്ഞാൽ ഇവിടെ കുറവാണ്. ഓക്കെ, സോ നമുക്ക് നോക്കാം. ബട്ട് ഇതിന് ഡിഫറൻസ് മനസ്സിലായി കാണും. ഇവിടെ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ലേറ്റൻസി കുറവല്ലേ ആസ് കമ്പയർഡ് ടു ദിസ് SF റൂട്ടിംഗ്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ടൊരു ഫോർമുല ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞത് L be the packet length in bits, W be the channel bandwidth in bits per second, D is the distance, that is number of nodes traversed minus 1, and F is the flight length in bits. The communication latency TSF for a store and forward networks expressed by, അപ്പോൾ നിങ്ങൾ ഇതിന് വേണ്ടിയിട്ട് ഒരു ഫോർമുല ഉണ്ട്. ഈ ഫോർമുല ഒന്ന് ബൈ ഹാർട്ട് ചെയ്യാം. TSF is equal to L divided by W into D plus 1. Then the latency TWH, which is equal for a wormhole routed network, is expressed by L by W plus F by W into D. Here നമുക്ക് പറയാം TSF is directly proportional to D എന്ന് പറയാം. TWH is equal to L by W. If L is greater than F ആണെങ്കിൽ, L is greater than F ആണെങ്കിൽ നമുക്ക് പറയാം L by W എന്ന് പറയാം. So distance D has a negligible effect on the routing latency. അപ്പം D ആയിട്ട് routing latency as a W whole routed നെറ്റ്വർക്കിൽ D എന്ന് പറയാൻ it has a negligible effect. ഓക്കെ, ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ അധികം അതിൻ്റെ എഫക്റ്റ് ഉണ്ടാവത്തില്ല. കാരണം ഇവിടെ നോക്കിക്കേ, ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷണൽ ആണ്. ബട്ട് ഇവിടെ WH റൂട്ടിങ്ങിൽ ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ നെഗ്ലിജിബിൾ എഫക്റ്റേ ഉള്ളൂ. സോ ഈ ഫോർമുല ഇവിടെ നിന്ന് ബൈ ഹാർട്ട് ചെയ്യാം. ഓക്കെ, ദാറ്റ് ഇസ് ഓൾ അബൌട്ട് ലേറ്റൻസി അനാലിസിസ്. ദെൻ ഈ വോം ഹോൾ റൂട്ടിങ്ങിൽ വരുന്ന ഒരു ടേമാണ് വെർച്വൽ ചാനൽ. അപ്പോൾ അതും കൂടെ ഞാനൊന്ന് പറയാം. ആക്ച്വലി നമുക്കറിയാം വോം ഹോൾ റൂട്ടിങ്ങിനകത്ത് ഫിസിക്കൽ ചാനലാണ് ഷെയർഡ് ബിറ്റ്വീൻ ദ നോട്ട്സ്, ബട്ട് വെർച്വൽ ചാനലും കൂടെ നമ്മൾ ഈ നോട്ട്സ് തമ്മിൽ കണക്ട് ചെയ്യുന്നുണ്ട്. ആ വെർച്വൽ ചാനൽ ഇറ്റ്സ് എ ലോജിക്കൽ ലിങ്ക് ആണ്. It's not the real link or the physical link. Virtual channel is actually the logical link between the two nodes. Actually, yeah, logical link എങ്ങനെയാണ് ആ logical link between the two nodes എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? It is formed by a flick buffer in the source node and then physical channel between them. So this is how the virtual channel is formed. എങ്ങനെയാണ്? ഒരു flick buffer in the source node and a physical channel between them and a flick buffer in the receiver node. അപ്പോൾ ആ ഒരു വെർച്വൽ ചാനൽ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, once the source buffer is paired with one receiver buffer to form a virtual channel when the physical channel is allocated for the pair. അപ്പോൾ ഒരു പെയറിന്, അതായത് ഒരു സോഴ്സ് നോഡ് ഒരു ഡെസ്റ്റിനേഷൻ നോഡിന് ഒരു ഫിസിക്കൽ ചാനൽ അലോക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ ആ സോഴ്സ് ബഫറും റിസീവർ ബഫറും പെയർ ചെയ്യും. ഓക്കെ, ഇനി ഷെയറിംഗ് ഓഫ് ദ ഫിസിക്കൽ ചാനൽ ബൈ എ സെറ്റ് ഓഫ് വെർച്വൽ ചാനൽസ് ഇസ് കണ്ടക്റ്റഡ്. ഈ ഷെയറിംഗ് എങ്ങനെയാണ് കണ്ടക്ട് ചെയ്യുന്നത്? ബൈ മീൻസ് ഓഫ് ദ ടൈം മൾട്ടിപ്ലക്സിംഗ്. ഓക്കെ, ടൈം മൾട്ടിപ്ലക്സിംഗ് ടെക്നിക് വെച്ചിട്ടാണ് ഈ ഷെയറിംഗ് ഓഫ് ഫിസിക്കൽ ചാനൽ സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, ആണ് ഫ്ലിറ്റ് ബൈ ഫ്ലിറ്റ് ബേസിസ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു വേം ഹോൾ റൂട്ടിങ്ങിൽ. ആക്ച്വലി ദ വെർച്വൽ ചാനൽ അല്ലെങ്കിൽ ലോജിക്കൽ ലിങ്കാണ് ക്രിയേറ്റ് ചെയ്യുന്നത് ബിറ്റ്വീൻ ദ നോഡ്സ്. ആക്ച്വലി ഫിസിക്കൽ ചാനൽ തന്നെയാണ്, ബട്ട് ദർ ഈസ് എ ലോജിക്കൽ ലിങ്ക് ദാറ്റ് ഈസ് നോൺ ആസ് എ വെർച്വൽ ചാനൽ. അപ്പം ജസ്റ്റ് ഒരു വെർച്വൽ ചാനലിനെ കുറിച്ച്, വേം ഹോൾ റൂട്ടിങ്ങിൽ വെർച്വൽ ചാനലിനെ കുറിച്ച് ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ.
താങ്ക് യു.